നമസ്കാരം. നമ്മുടെ അടുക്കളകളിൽ സർവ്വസാധാരണമായി കാണുന്ന ഒരു കാഴ്ചയാണ് പലതരം പ്ലാസ്റ്റിക് പാത്രങ്ങൾ. ഭക്ഷണങ്ങൾ സൂക്ഷിക്കാനും എടുക്കാനും ഇത് വളരെ സൗകര്യമാണ്. എന്നാൽ ഈ പാത്രങ്ങളിൽ പുളിയും ഉപ്പുമുള്ള ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് അച്ചാറുകൾ, തക്കാളി സോസ് അല്ലെങ്കിൽ ഉപ്പിലിട്ട കറികളൊക്കെ സൂക്ഷിക്കുന്നത് സുരക്ഷിതമാണോ എന്ന് നോക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ BPA പോലുള്ള ചില രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇവ നമ്മളുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ചൂട്, പുളി അല്ലെങ്കിൽ ഉപ്പുള്ള ഭക്ഷണം എന്നിവ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ സൂക്ഷിക്കുമ്പോൾ ഈ രാസവസ്തുക്കൾ ഭക്ഷണത്തിലേക്ക് കലരാനുള്ള സാധ്യത കൂടുതലാണ്. അച്ചാറുകൾ, തക്കാളി സോസ്, നാരങ്ങ വെള്ളം, പുളിയുള്ള കറികൾ, വിനാഗിരി എന്നിവയൊക്കെ പുളിരസമുള്ള ഭക്ഷണങ്ങളാണ്. ഈ പുളിരസം പ്ലാസ്റ്റിക്കുമായി പ്രവർത്തിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിലെ രാസവസ്തുക്കൾ വളരെ വേഗത്തിൽ ഭക്ഷണത്തിലേക്ക് കലരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ദീർഘകാലം കഴിക്കുന്നത് നമ്മുടെ ഹോർമോൺ വ്യവസ്ഥയെയും ദഹനത്തെയും ബാധിച്ചേക്കാം. അതുപോലെ തന്നെ ഉപ്പും പ്ലാസ്റ്റിക്കിന് അത്ര നല്ലതല്ല. ഉപ്പ് പ്ലാസ്റ്റിക്കിന്റെ പുറത്ത് പ്രവർത്തിച്ച് രാസവസ്തുക്കൾ പുറത്തുവിടാൻ ഇടയാക്കും. അച്ചാറുകളിൽ പുളിയും ഉപ്പും ഒരുമിച്ചുള്ളത് കൊണ്ട് അവ പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ സൂക്ഷിക്കുന്നത് കൂടുതൽ അപകടമാണ്. ഗ്ലാസ് പാത്രങ്ങളാണ് ഏറ്റവും നല്ലത്. ഇവ രാസവസ്തുക്കൾ പുറത്തുവിടുന്നില്ല, വൃത്തിയാക്കാൻ എളുപ്പവുമാണ്. മൺപാത്രങ്ങളും സെറാമിക് പാത്രങ്ങളും സുരക്ഷിതമാണ്, പക്ഷേ അവയിൽ ലെഡ് അടങ്ങിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ചില പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ BPA ഫ്രീ എന്നെഴുതിയിട്ടുണ്ടാവും. ഇവ സാധാരണ പ്ലാസ്റ്റിക്കിനേക്കാൾ അല്പം മെച്ചമാണ്. എന്നാൽ പുളിയുള്ളതും ഉപ്പുള്ളതുമായവ ദീർഘകാലം സൂക്ഷിക്കാൻ ഗ്ലാസ് പാത്രങ്ങളാണ് നല്ലത്. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഭക്ഷണങ്ങൾ ചൂടാക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ചൂടുള്ള ഭക്ഷണം നേരിട്ട് പ്ലാസ്റ്റിക് പാത്രങ്ങളിലേക്ക് മാറ്റാതിരിക്കുക. BPA ഫ്രീ അല്ലാത്ത പഴയതും നിറം മാറിയതുമായ പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒഴിവാക്കുക. അച്ചാറുകൾ, വിനാഗിരി, തക്കാളി സോസ് തുടങ്ങിയ പുളിയും ഉപ്പുമുള്ള ഭക്ഷണങ്ങൾ സൂക്ഷിക്കാൻ ഗ്ലാസ് അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.